ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒസെംബിക് മൊഞ്ചാരോ പോലെയുള്ള മെഡിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ അതിനെ കോമൺ ആയിട്ട് പറയുന്നത് GLP മെഡിക്കേഷൻസ് ആണ്, GLP-1 മെഡിക്കേഷൻ ആണ്. അതായത് അതിന്റെ സയന്റിഫിക് നെയിം പറയുകയാണെന്നുണ്ടെങ്കിൽ സെമാഗ്ലൂട്ടൈഡ്, ട്രിസാപ്പിറ്റൈഡ്. സെമാഗ്ലൂട്ടൈഡിന്റെ എക്സാമ്പിൾ ആണ് ഒസെംബിക്, ട്രിസാപ്പിറ്റൈഡിന്റെ എക്സാമ്പിൾ ആണ് മൊഞ്ചാരോ. വേറൊരെണ്ണമുണ്ട് റെറ്റാട്രോടൈഡ്. അതാണ് എന്റെ ഫേവറേറ്റ്. ഞാൻ യൂസ് ചെയ്യുന്നതും ഞാൻ എന്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും സജസ്റ്റ് ചെയ്യുന്നതും കൊടുക്കുന്നതും അതാണ്. സോ സെമാഗ്ലൂട്ടൈഡ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി GLP-1 അഫക്ട് ചെയ്യും, റിസപ്റ്ററിനെ ടാർഗറ്റ് ചെയ്യും, നമ്മുടെ വിശപ്പ് കുറയ്ക്കും. ട്രിസാപ്പിറ്റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GLP-1 ആൻഡ് GIP റിസെപ്റ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്യും. റെറ്റാട്രോടൈഡ് എന്തുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമാഗ്ലൂട്ടൈഡ് ട്രിസാപ്പിറ്റൈഡ് ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻ, GLP-1ഉം GIP-യും അതുപോലെ തന്നെ ഗ്ലൂക്കഗോൺ റിസെപ്റ്ററിനെയും കൂടി അത് ടേൺ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് റെറ്റാട്രോടൈഡ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമൺ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ തന്നെയാണ് മൂന്നിനും. പക്ഷേ സെമാഗ്ലൂട്ടൈഡ് ട്രിസാപ്പിറ്റൈഡിന്റെ കാര്യമാണ്, കാരണം അതാണ് FDA അപ്രൂവ്ഡ് ആയിട്ടുള്ളതും അതാണ് നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്നതും, കാരണം അതാണ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നതും കൊടുക്കാൻ പറ്റുള്ളൂ, കാരണം FDA അപ്രൂവ്ഡ് ആയിട്ടുള്ളത് അതാണ്. പക്ഷേ റെറ്റാട്രോടൈഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് ഓഫ് സെമാഗ്ലൂട്ടൈഡും ട്രിസാപ്പിറ്റൈഡും നോർമലി അവിടെ സോൾവ് ആവുന്നുണ്ട്. അതുകൊണ്ട് റെറ്റാട്രോടൈഡിന് ഇതെല്ലാം അപ്ലിക്കബിൾ അല്ല, പക്ഷെ ഇതിൽ അപ്ലിക്കബിൾ ആണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൗഭാഗ്യ വെങ്കടേഷ് അല്ലെ, അവര് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് അത്രയും ഹെൽത്തി ആണോ? അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവര് നമ്മളുടെ കയ്യിൽ ഒരു ചാക്ക് പോലെയാണ് നമ്മളുടെ വെയിറ്റ്, നമ്മൾ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത്. സോ നമ്മുടെ ചാക്കിനുള്ളിൽ വെയിറ്റ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ചാക്ക് വെറുതെ ഇരിക്കും. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്കിന്നെല്ലാം ഇങ്ങനെ ടക്ക് ചെയ്ത് ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്, ഇവിടെ വീർത്തിരിക്കുന്നുണ്ടാവും ചില സമയങ്ങളിൽ. അത് നമ്മുടെ ഫാറ്റ് ഉള്ളതിനേക്കാളും വൃത്തികേടാണ് ആക്ച്വലി. നിങ്ങൾ സൗഭാഗ്യനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് അഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ സർജറി ചെയ്ത് മാറ്റേണ്ടി വരും. അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വെച്ചേക്കൂ, ഇത് എന്തായാലും തിരിച്ചു വന്ന് ഫില്ല് ചെയ്യും. ഇനി സർജറി ചെയ്ത് മാറ്റിയാലോ അതേപോലെ തന്നെ ഫാറ്റ് റിട്ടേൺ വരും. അപ്പൊ ഒന്നും കൂടെ സ്കിന്നിൽ സ്ട്രെച്ച് ആവുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ, ഇതിന്റെ ഒരു റുട്ടീനും കാര്യങ്ങളും, ആ മിസ്റ്റേക്സ് ആണ് ഞാനിപ്പോൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സൗഭാഗ്യനെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ, പക്ഷെ ആക്ച്വലി എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഈ പുറമെ ഇവിടെ കാണുന്നതല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഈ ഒരു ഭാഗത്ത് എന്തായിരിക്കും? ചില ഫോട്ടോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ ഇങ്ങനെ വീർത്തിരിക്കുന്നത്. അത് ആക്ച്വലി സ്കിൻ ലൂസ് ആയി കിടന്നിട്ട് അത് ടക്ക് ചെയ്ത് വെക്കുന്നതാണ്. ഏറ്റവും നമ്മൾ ഫാറ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും ആക്ച്വലി അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, ബട്ട് ദേ നോ ഇറ്റ്. അത് മാറ്റാനായിട്ട് വേറെ സർജറി ചെയ്യേണ്ടി വരും. അപ്പൊ അതിനൊന്നും നിൽക്കാണ്ട് എങ്ങനെയാണ് എഫക്റ്റീവ്ലി നിങ്ങൾ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കി തരാൻ പോകുന്നത്. ഇതിന്റെ പ്രോപ്പർ ഇംഗ്ലീഷ് വീഡിയോ ചെയ്തിട്ടുണ്ട്, കാരണം എനിക്ക് മലയാളത്തിൽ ഇതെല്ലാം ടെക്നിക്കലാണ്. മലയാളത്തിൽ ഞാൻ പറയുമ്പോൾ അതിന്റെ ലിമിറ്റേഷൻ ഉണ്ട്, ഞാൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്തിരുന്ന് പറയുമ്പോൾ. പക്ഷെ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നാച്ചുറൽ ഫ്ലോ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ ഒരു വീഡിയോ ഇംഗ്ലീഷ് ചാനലിൽ കാണാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കണ്ട് മനസ്സിലാക്കുക. പക്ഷെ പല ആൾക്കാരും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഷാർപ്പായിട്ട് വെയിറ്റ് കുറയും അല്ലെ ഈ മെഡിസിൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾ ട്രിസാപ്പിറ്റൈഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്, മൊഞ്ചാരോ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ ഷാർപ്പായിട്ട് വെയിറ്റ് കുറയും. പിന്നെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ഉണ്ടാവും, പക്ഷെ അത് സ്ലോ ആയിരിക്കും. ചിലപ്പോൾ അത് സാച്ചുറേറ്റഡ് ആവും, അവിടെ തന്നെ നിൽക്കും, ഒരു ലെവലിൽ അവിടെ നിൽക്കും. പക്ഷെ അപ്പൊ തന്നെ ആൾക്കാരെല്ലാവരും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഡോസ് കുറവായിരിക്കും, അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡോസ് അങ്ങ് കൂട്ടിക്കളയാം, അപ്പൊ എനിക്ക് കുറച്ചും കൂടി വെയിറ്റ് ലോസ് കിട്ടും. പക്ഷെ അതല്ല അതിന്റെ ഒരു യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത്. കാരണം GLP-1 മെഡിക്കേഷൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? അത് പലർക്കും ആക്ച്വലി കൃത്യമായിട്ട് അറിയില്ല. അത് നേരിട്ട് ഫാറ്റ് ബേൺ ചെയ്യുന്നൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഒരു AOD അല്ലെങ്കിൽ ഫ്രാഗ് അല്ലെന്നുണ്ടെങ്കിൽ ടെസാമോർലിൻ അങ്ങനത്തെ ഉള്ള പെപ്റ്റൈഡ്സ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിസറൽ ഫാറ്റ് ഉരുക്കി ബേൺ ആക്കുന്നുണ്ട്, അങ്ങനത്തെ ഫങ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ നടക്കുന്നില്ല. GLP-1 ചെയ്യുന്നത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ്. നമ്മുടെ വിശപ്പ് കുറക്കും, നമ്മുടെ ഫുഡ് ക്രേവിങ്സ് കുറക്കും, നമ്മുടെ അപ്പിറ്റൈറ്റ് കുറക്കും. എപ്പോഴും നമ്മൾ ഭക്ഷണത്തിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഇല്ലാണ്ടാവും. സോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, കുറെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് നിങ്ങളുടെ ബയോളജി നിങ്ങളെ കണ്ടിന്യൂസ്ലി ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് ഭക്ഷണം ആവശ്യമില്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നു. ഒരു എക്സാമ്പിൾ പറയാം. ഒരു മുറിയുടെ ഒരു റൂമിന്റെ ജനൽ തുറന്നു കൊടുത്താൽ പുറത്തേക്ക് പോകാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടി. പക്ഷെ ആ ജനല് തുറന്നത് കൊണ്ട് മാത്രം നിങ്ങൾ പുറത്തേക്ക് പോകണമെന്നില്ല, നിങ്ങൾ തന്നെ നടന്ന് പുറത്തേക്ക് ഇറങ്ങണം. GLP-1 മെഡിക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു ജനലാണ്, നിങ്ങൾക്ക് ഒരു വിൻഡോ ഓപ്പൺ ആണ്. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫ് സ്റ്റൈല്, ഹാബിറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഈ ഒരൊറ്റ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വെയിറ്റ് ലോസിന്റെ ആ ഒരു സയൻസും നിങ്ങൾക്ക് മനസ്സിലാക്കി ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. ഇത്ര സഡൻ ആയിട്ട് ഇപ്പൊ സൗഭാഗ്യം ചെയ്ത പോലെ ചെയ്ത് വെറുതെ സ്കിന്നൊക്കെ തട്ടിക്കൂട്ടി ടക്ക് ചെയ്ത് ഉള്ളിൽ മടക്കി വെക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. അത് റിയാലിറ്റി അതാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പ്രാക്ടിക്കലി ഇത്രയും ഉണ്ടായിരുന്ന സ്കിന്നിന് എവിടെ പോയി? അതെല്ലാം സാഗി ആയിട്ട് തൂങ്ങിക്കിടക്കായിരിക്കും. അതെല്ലാവർക്കും അങ്ങനെയാണ്, അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. സയന്റിഫിക്കലി അല്ലാതെ നിങ്ങൾ റെറ്റാട്രോടൈഡ് ഉപയോഗിച്ചാൽ അത് ഉണ്ടാവില്ല. അതിന് കാരണം വേറെ റീസൺ ആണ്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. സോ ഇനി GLP ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ടൈമിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ബെനിഫിറ്റ് കിട്ടാനുള്ള 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്സിലറേറ്റർ എന്താണ്, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ,
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആൾക്കാർ മനസ്സിലാക്കാത്തത് നിങ്ങളുടെ മസിൽ നിങ്ങൾ പ്രിസർവ് ചെയ്യുക. എല്ലാവരും നോക്കും 1 കിലോ വെയിറ്റ് കുറയും, സന്തോഷിക്കും. പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ചോദിക്കുള്ളൂ, ഞാൻ എന്താണ് ശരിക്കും എന്റെ ബോഡിയിൽ നിന്ന് കുറഞ്ഞത്. GLP-1 ഉപയോഗിച്ച് വെയിറ്റ് കുറയുന്നുണ്ട്, പക്ഷെ ആ കുറയുന്നത് മൊത്തം കംപ്ലീറ്റ്ലി ഫാറ്റ് അല്ല. നിങ്ങൾ റിസർച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതാണ് GLP-യുടെ ഏറ്റവും വലിയ നെഗറ്റീവ്. ഞാൻ എന്തുകൊണ്ടാണ് റെറ്റാറ്റോട്ടായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെയിറ്റ് ലോസ് ഉണ്ടാവും, ബട്ട് പ്രിസർവിങ് മസിൽ, ഗ്ലൂക്കഗോൺ റിസപ്റ്റർ ഉള്ളതുകൊണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങളുടെ 25 to 33% മസിലും കൂടി, നിങ്ങളുടെ 1 കിലോ പോകുന്നുണ്ടെങ്കിൽ അതിൽ 33% മസിലും കൂടി പോകും. സോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ നടക്കുന്നത്. കാരണം മസിലാണ് മെറ്റബോളിസത്തിന്റെ ഏറ്റവും പ്രധാനം. നിങ്ങൾ ഉറങ്ങുമ്പോഴും മസിലിൽ നിങ്ങളുടെ കാലറീസ് ബേൺ ചെയ്യുന്നുണ്ട്. സോ മസിൽ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? മെറ്റബോളിസം പകുതി കുറയും, ഭയങ്കരമായിട്ട് കുറഞ്ഞു തുടങ്ങും. മെറ്റബോളിസം നമുക്ക് ആവശ്യമാണ്. മെറ്റബോളിസം ഉണ്ടെങ്കിലാണ് ഫാറ്റ് ലോസ് ഉണ്ടാവുള്ളൂ. സോ ആദ്യത്തെ ഘട്ടത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വെയിങ് സ്കെയിൽ നിങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം നൽകും. പക്ഷേ പിന്നെ ഫാറ്റ് ലോസ് സ്ലോ ആകും. കാരണം എന്താ? നിങ്ങളുടെ മെറ്റബോളിസം ഓൾറെഡി കുറയാണ്. ഫാറ്റ് കുറയുന്നതനുസരിച്ച് മസിൽ കുറയുന്നു. സോ മെറ്റബോളിസം കുറയുന്നു. പിന്നെ ഫാറ്റ് ലോസ് കുറയാനുള്ള ഒരു പോസിബിലിറ്റി നിങ്ങൾക്ക് കുറയാണ്. സോ നിങ്ങൾ അത് എന്നിട്ട് നിങ്ങൾ ആ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വെയിറ്റ് അതേപോലെ അല്ലെങ്കിൽ അതിലും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് വരും. കാരണം നിങ്ങളുടെ ബോഡി ഭയങ്കരമായിട്ട് മെറ്റബോളിക്കലി വീക്കായി. നിങ്ങളുടെ മസിൽ പോയി, അപ്പൊ നിങ്ങളുടെ ബോഡി മെറ്റബോളിക്കലി വീക്കായി. സോ ഇനി നിങ്ങൾ അത് മെഡിക്കേഷൻ നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വരും. സോ ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ സാഗി ആയിട്ട് വെയിറ്റ് ലോസ് ആയി കഴിഞ്ഞപ്പോൾ തൂങ്ങിക്കിടക്കുന്ന സ്കിൻ ഉണ്ടെന്നുള്ളത്, അത് ഓട്ടോമാറ്റിക്കലി ഫിൽ ആയിക്കോളും. നിങ്ങൾ ഈ ഒരു സാധനം പ്രോപ്പർ ആയിട്ടല്ല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത് കൺട്രോൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇനി സപ്പോസ് നിങ്ങൾ ഇത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ അതവിടെ വെച്ചേക്കാം, ഇതൊരു ചാക്കാണ് വെയിറ്റ് ക്യാരി ചെയ്യാനുള്ളത്, ഇനിയും ഫാറ്റ് വന്നോളും, അത് ഫിൽ ആയിക്കോളും. രണ്ട്, നിങ്ങൾക്ക് ഇത് സർജറി ചെയ്ത് കളയണം. സർജറി ചെയ്ത് കഴിഞ്ഞാലും പിന്നെ നിങ്ങൾക്ക് വെയിറ്റ് കൂടും. വെയിറ്റ് കൂടുമ്പോൾ ഇത് പിന്നെയും സ്ട്രെച്ച് മാർക്കും വരും. പിന്നെ നിങ്ങൾ ഈ മെഡിസിൻ കഴിക്കണം, അല്ലെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾ എടുക്കണം. എല്ലാം എന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് എങ്ങനെ യൂസ് ചെയ്ത്, എങ്ങനെ സസ്റ്റൈനബിൾ ആയി, എങ്ങനെ ഡോസ് കുറച്ച് കൊണ്ടുവന്ന് എങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കുക മാത്രമല്ല, ഫാറ്റ് കുറയ്ക്കുക, മസിൽ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഇനഫ് പ്രോട്ടീൻ ഇൻടേക്ക്. GLP ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ വിശപ്പ് ഭയങ്കരമായിട്ട് കുറയും. അപ്പം പ്രോട്ടീൻ ഇൻടേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ അതിന്റെ ഒരു ഗൈഡ് ലൈൻ വെച്ച് നോക്കുക. നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ വെയിറ്റ് 85 ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചോ, അല്ലെങ്കിൽ 80 ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ 55 ആണ്, ഒരു ലേഡി ആണ്, 55 ആണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ 2 times 110 grams ഓഫ് പ്രോട്ടീൻ വേണം. നിങ്ങളൊരു മെയിൽ ആണ്. അപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കുന്നത് 75 kg to 80 kg. അങ്ങനെയാണെങ്കിൽ എനിക്ക് 160 gram മിനിമം അതെനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത് പിന്നീട് സ്ട്രഗിൾ ചെയ്യും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, GLP-1 മെഡിക്കേഷനിൽ നിങ്ങൾക്ക് വിശപ്പുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ മറന്നു പ്രോട്ടീൻ ഇല്ല. അപ്പൊ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒരു ടാർഗറ്റ് അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇൻടേക്ക് എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം വിശപ്പ് കുറവായതുകൊണ്ട് നിങ്ങൾക്ക് അത് കഴിക്കാൻ തോന്നുന്നില്ല, അത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ മസിൽ പ്രൊട്ടക്ട് ചെയ്യണം, മസിൽ ഉണ്ടാവണം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ മെറ്റബോളിസം നല്ലതായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ എന്തായാലും അത് ഒരു ടാർഗറ്റ് വെച്ച് തന്നെ നിങ്ങൾ എടുത്തിട്ടുണ്ടാവണം. ഓക്കെ. രണ്ടാമത്, പ്രോട്ടീൻ എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുക. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മസിൽസ്, ലെഗ്, ബാക്ക്, ചെസ്റ്റ്, അത് നിങ്ങൾ എന്തായാലും ഈ ഗ്രൂപ്പ് അത് എന്തായാലും വർക്ക്ഔട്ട് ചെയ്യുക. വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർക്ക്ഔട്ട് സമയത്ത് നമ്മൾ കാലറി ബേൺ ചെയ്യുന്നതല്ല. അതിന്റെ മെയിൻ ജോബ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഒരു സിഗ്നൽ കൊടുക്കാണ്. എന്ത് സിഗ്നലാണ് കൊടുക്കുന്നത്? ഈ മസിൽ, ചെസ്റ്റ് മസിൽ, ബാക്ക് മസിൽ, ലെഗ് മസിൽ, ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്റെ ബോഡിക്ക്, ഇത് വർക്ക് ചെയ്യുന്നതാണ്, ഇത് നഷ്ടപ്പെടുത്തരുത്, ഇവിടുന്ന് അത് ഉണ്ടാവരുത്. സോ ഒരു സൈഡിൽ നിങ്ങൾ ഫ്യൂവൽ കൊടുക്കുന്നുണ്ട്, ഹൈ പ്രോട്ടീൻ. രണ്ടാമത് റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, ആ മസിലിനെ ആക്റ്റീവായിട്ട് നിർത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ബോഡി നാച്ചുറലി ആ മസിലിനെ സംരക്ഷിക്കും. അറ്റ് ദ സെയിം ടൈം ഫാറ്റ് കുറയ്ക്കും. കാരണം മസിൽ ഉള്ളതുകൊണ്ട് മെറ്റബോളിസം കൂടും. സോ ഫ്യൂച്ചർ ഫാറ്റ് ലോസും ബെറ്റർ ആയിട്ട് നടക്കും. അപ്പൊ വെയിറ്റ് ലോസിന്റെ ക്വാളിറ്റി തന്നെ മാറും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട് 2 കിലോ, പക്ഷെ അതിന്റെ ക്വാളിറ്റി കുറവാണ്. കാരണം വെയിറ്റിന്റെ കൂടെ മസിലും പോകുന്നുണ്ട്, ഫാറ്റിന്റെ കൂടെ മസിലും പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോ മസിൽ പ്രിസർവ് ചെയ്ത് ഫാറ്റ് പോകും. ഇനി ഈ ഒരു പ്രശ്നം റെറ്റാട്രോട്ടൈഡ് ആണെന്നുണ്ടെങ്കിൽ അത് വേറെ കോൺസെപ്റ്റ് ആണ്. പക്ഷെ അത് FDA അപ്രൂവ്ഡ് അല്ല. മേ ബി നെക്സ്റ്റ് ഇയറിൽ അപ്രൂവ് ആവും, ഈ ഒരു ലെവലിലേക്ക് വരും. അതാണെന്നുണ്ടെങ്കിൽ അതൊരു റെവല്യൂഷൻ ആയിരിക്കും. But still, we get it as a research purpose, and actually, I am using that only. I don't want semaglutide or tirzepatide. Okay, next one, accelerator 2. വെയിറ്റ് ലോസ് സ്ലോ ആയെന്ന് വെച്ച് നിങ്ങൾ ഡോസ് കൂട്ടരുത്. ഇത് ഏറ്റവും വലിയ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നതാണ്. വെയിറ്റ് ലോസ് സ്ലോ ആയി, നിങ്ങളുടെ ആ ഒരു സ്കെയിൽ നീങ്ങുന്നില്ല, കുറയുന്നില്ല. സോ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യും? ഡോക്ടറെ അടുത്ത് പോയി പറയും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സെൽഫ് മെഡിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡോസ് അങ്ങ് കൂട്ടിക്കളയും. പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം മനസ്സിലാക്കുന്നത്, മെഡിസിൻ അല്ല പ്രശ്നം. ശരിക്കും നിങ്ങളുടെ പ്രശ്നം എന്താണ്? ന്യൂട്രീഷൻ ആണ്. ഒന്ന്, വിശപ്പ് വളരെ കുറവാണ്. സോ അറിയാതെ തന്നെ നിങ്ങൾ ഒരു 800-900,000 കാലറി മാത്രമേ കഴിക്കുന്നുള്ളൂ. സോ അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ആ ഒരു സ്റ്റേജിൽ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരും. പക്ഷെ കുറെ കഴിയുമ്പോൾ ബോഡി ഇവിടെ ഒരു അതിനോട് അഡാപ്റ്റ് ആവും, അല്ലെ? അപ്പം ബോഡി മനസ്സിലാക്കും ഇവിടെ നമുക്ക് ഭക്ഷണം കുറവേ കിട്ടുന്നുള്ളൂ. അപ്പൊ ശരീരം ഒരു സർവൈവൽ മോഡിലേക്ക് മാറും.
ബോഡി തന്നെ മെറ്റബോളിസം കുറവാക്കും, എനർജി സേവ് ചെയ്യാൻ തുടങ്ങും, റൈറ്റ്? ആ ഒരു എനർജി സേവിങ് മോഡിലേക്ക് ബോഡി പോകും, മെറ്റബോളിസം കുറവാക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ചില ലക്ഷണങ്ങൾ കാണാം, എപ്പോഴും തണുപ്പ് തോന്നും, എനർജി കുറവായിരിക്കും, ഫോക്കസ് കുറയും, കോൺസ്റ്റിപ്പേഷൻ, ക്ഷീണം, അല്ലെ? അങ്ങനെ വളരെ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറയാത്തൊരു സിറ്റുവേഷൻ വരും. കാരണം ബോഡി നാച്ചുറലി നിങ്ങളുടെ ഒരു എനർജി സേവിങ് മോഡിലേക്ക് പോയി മെറ്റബോളിസം കുറച്ചു. അത് ഭയങ്കര ഡാമേജ് ആണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് എല്ലാവരും ചെയ്യുന്ന അടുത്ത തെറ്റ്. പിന്നെയും വീണ്ടും ഡോസ് കൂട്ടുന്നു. അപ്പൊ ഇനി എന്ത് സംഭവം? ഈ സമയത്ത് ഇനിയും ഡോസ് കൂട്ടുന്നു. അപ്പൊ ഈ ഡോസ് കൂട്ടുമ്പോൾ ഇത് എന്തിനാണ് അഫക്ട് ചെയ്യുന്നത്? ഇത് മെറ്റബോളിസം അഫക്ട് ചെയ്യുന്നില്ല. രക്തമാണെന്നുണ്ടെങ്കിൽ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യും. ഇവിടെ മെറ്റബോളിസത്തിന് അഫക്ട് ചെയ്യുന്നില്ല. ഇത് വിശപ്പ് പിന്നെയും കുറയ്ക്കുന്നത്. വിശപ്പ് പിന്നെയും കുറയ്ക്കുമ്പോൾ അത് ആ സ്ഥിതി പിന്നെയും മോശമാകുന്നു. നിങ്ങൾ പിന്നെയും ഇൻടേക്ക് കുറയുന്നു. അപ്പോഴും പിന്നെയും ബോഡി ആ എനർജി സേവിംഗിലേക്ക് പോകുന്നു, മെറ്റബോളിസം കുറയുന്നു. അപ്പം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് പരിഹാരം, അല്ലാതെ ഡോസ് കൂട്ടുക എന്നുള്ളതല്ല. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് കാലറി കുറയ്ക്കല്ല ചെയ്യേണ്ടത്, കാലറി കൂട്ടുകയാണ് ചെയ്യുന്നത്. കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് ആണ്, കൗണ്ടർ പ്രൊഡക്റ്റീവ് ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ അതല്ല റിയാലിറ്റി. ഇതാണ്. ചിലപ്പോൾ കാലറി പയ്യെ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ മെറ്റബോളിസം പ്രോപ്പർ ആവും. മെറ്റബോളിസം പ്രോപ്പർ ആകുമ്പോൾ ഒരു സൈഡിൽ മെഡിക്കേഷൻ ഉണ്ട്, മെറ്റബോളിസം നല്ല ഇഫക്റ്റീവ് ആയിട്ട് നടക്കുമ്പോൾ ഫാറ്റ് ലോസ് പിന്നെയും കൂടും. അല്ലാന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻ ഉണ്ട്, മെറ്റബോളിസം കുറയുന്നു, സോ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു സ്റ്റാഗ്നേറ്റഡ് ആയി പോകും. ഓക്കെ, സോ മെറ്റബോളിസം മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ഫാറ്റ് ലോസ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. സോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട വേറൊരു കാര്യം അതാണ്. കേൾക്കുമ്പോൾ സ്ട്രേഞ്ച് ആയിട്ട് തോന്നും, പക്ഷേ സ്റ്റാർവിംഗ് ആണെന്ന്, നമ്മുടെ ബോഡി സ്റ്റാർവിംഗ് ആണ്, ഭക്ഷണം ഇല്ല എന്ന് ശരീരം വിശ്വസിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഫാറ്റ് എഫിഷ്യന്റ്ലി ബേൺ ചെയ്യില്ല, ആ ഒരു സർവൈവൽ മോഡിലേക്ക് പോകും, എനർജി സേവിംഗ് മോഡിലേക്ക് പോകും. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല, ഹെൽത്തി മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യുക, എന്നിട്ട് കാലറി ഡെഫിസിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. വെറുതെ കാലറി ഡെഫിസിറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ, മെറ്റബോളിസം കുറച്ച് കഴിഞ്ഞാൽ, ബോഡി സർവൈവൽ മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അനങ്ങില്ല, സ്റ്റക്ക് ആയിട്ട് നിൽക്കും. ഓക്കെ, ഇനി അടുത്ത ആക്സലറേറ്റർ, മീൽ ടൈമിംഗ് നിങ്ങൾ കൺട്രോൾ ചെയ്യുക, ഇൻസുലിൻ സ്പൈക്ക് കൺട്രോൾ ചെയ്യണം. ഇതും റെക്ടാറ്റോടൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്ത് പ്രോപ്പർ ആയിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പറഞ്ഞത്, ഇവിടെ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഇതാണ് മൂന്നാമത്തെ ആക്സലറേറ്റർ, ഇൻസുലിൻ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവും. സോ ഒരു സാധാരണ ഒരു ഫിസിയോളജിക്കൽ പ്രോസസ് ആണത്, അല്ലെ? ഈ ഇൻസുലിൻ സ്പൈക്ക് എല്ലാം എപ്പോൾ ഭക്ഷണം കഴിച്ചാലും അത് ഉണ്ടാവും. കാരണം എന്താ? ഇൻസുലിൻ ബേസിക്കലി ആ ന്യൂട്രിയൻസിനെ നമ്മുടെ സെല്ലിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ രാവിലെ മുതൽ രാത്രി വരെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നാലോ, ഇൻസുലിൻ എപ്പോഴും ഒരു പീക്ക് ലെവലിൽ തന്നെ നിൽക്കും. ഇൻസുലിൻ അങ്ങനെ പീക്ക് ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ ശരീരം എനർജി സ്റ്റോർ ചെയ്യുന്നതിലേക്കായിരിക്കും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, അല്ലാതെ സ്റ്റോർഡ് ആയിട്ടുള്ള ആ ഒരു ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് കുറച്ച് സമയം അവിടെ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മീൽ ടൈമിംഗ് ഇമ്പോർട്ടന്റ് ആണ്, അത് കൺട്രോൾ ചെയ്യാം. ഭക്ഷണം കഴിക്കാതെ കൂടുതൽ നേരം ഇടവേളകൾ കൊടുക്കുക. അപ്പൊ എന്ത് പറ്റും? ആ ഇൻസുലിൻ സ്പൈക്ക് താഴേക്ക് വരും. അപ്പം ബോഡി സ്റ്റോർഡ് ആയിട്ടുള്ള ആ ഒരു ഫാറ്റിനെ എനർജി ആയിട്ട് ഉപയോഗിക്കാൻ ടെംപ്റ്റ് ചെയ്യും, അല്ലെ? സോ ഇൻസുലിൻ കുറയുമ്പോൾ സ്റ്റോർഡ് ഫാറ്റിനെ എനർജി ആയിട്ട് ഉപയോഗിക്കും. സോ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അതുകൊണ്ടാണ് ഇത്രയും പോപ്പുലർ ആയിട്ട്, അതുപോലെ നല്ല രീതിയിൽ GLP മെഡിക്കേഷന്റെ സമയത്ത് വർക്ക് ചെയ്യുന്നത്. സോ ഒരു ദിവസത്തില് ഒരു ടൈം പീരീഡിനുള്ളിൽ ഭക്ഷണം കഴിക്കുന്ന രീതിയും അത് പ്രോപ്പർ ആയിട്ട് ഫാറ്റ് യൂട്ടിലൈസേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ചില ആൾക്കാരിൽ തെറാപ്യൂട്ടിക് ഫാസ്റ്റിംഗ് അതും കൂടുതൽ നല്ല രീതിയിൽ നല്ല ബെനിഫിഷ്യൽ ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ബോഡി ഹൈഡ്രേറ്റഡ് ആയിരിക്കണം, വെള്ളം കുടിക്കണം, ഇലക്ട്രോലൈറ്റ്സും ഇനഫ് ആയിട്ട് ബോഡിക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഇൻസുലിൻ ട്രീറ്റ്മെന്റ്, ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്ന അല്ലെങ്കിൽ ഡയബറ്റിക് മെഡിക്കേഷൻ എടുക്കുന്ന ആൾക്കാർ ഫാസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യണം. സോ ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അത് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എല്ലാ കാര്യത്തിലും സോ ഞാൻ അഡ്വൈസ് ചെയ്യുന്ന ആളായിരിക്കാം, പക്ഷേ ഞാൻ നിങ്ങളുടെ ഒരു കൺസൾട്ടന്റോ അഡ്വൈസറോ ഡോക്ടറോ അല്ല. സോ എന്റെ പോയിന്റ് ഇതാണ്, എത്ര ഭക്ഷണം കഴിക്കുന്നു എന്നത് മാത്രമല്ല പ്രധാനം, എപ്പോ ഭക്ഷണം കഴിക്കുന്നു എന്നതും മെറ്റബോളിസത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു ഗ്യാപ്പ് നിങ്ങൾ കൊടുക്കുക, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാം. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാര്യം, എങ്ങനെ നിങ്ങൾക്ക് GLP-1 സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. അതിന്റെ കൃത്യമായിട്ടുള്ള ഡോസ് എങ്ങനെയാണ്? എന്റെ ഒപ്പീനിയനിൽ ലോവർ ഡോസ് കുറച്ച് കൊണ്ടുവരാം. എപ്പോഴും ലോവസ്റ്റ് ഇഫക്റ്റീവ് ഡോസ് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിശപ്പ് കുറയുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക, ബട്ട് അറ്റ് ദ സെയിം ടൈം ന്യൂട്രിയൻസ് കഴിക്കാനുള്ള ഫീലിംഗ് ഉണ്ടാവണം. ഏറ്റവും കൂടുതൽ ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് അല്ല, അത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. നിങ്ങളുടെ വിശപ്പ് കൺട്രോൾ ചെയ്യണം, അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ എടുക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവണം, ന്യൂട്രിയൻസ് കഴിക്കാൻ പറ്റണം. അതിന് സഹായിക്കുന്ന ഏറ്റവും കുറഞ്ഞ ഡോസ് ആണ് നിങ്ങളുടെ എഫക്റ്റീവ് ഡോസ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ ഒരു മെഡിസിൻ നിങ്ങൾ എടുക്കുമ്പോൾ അതൊരു ഹെൽത്തി ഹാബിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സഹായിക്കണം. പ്രോപ്പർ ന്യൂട്രീഷൻ എടുക്കാൻ പറ്റണം. അത് അല്ലാതെ പ്രോപ്പർ ന്യൂട്രീഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള മെഡിക്കേഷൻ ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി ഹാബിറ്റ് അല്ല. അപ്പോൾ കാലക്രമേണ നിങ്ങളുടെ മസിൽ മാസ് കുറയും,
അല്ലെ? മസിൽ മാസ് കുറയുമ്പോൾ ഈ മെറ്റബോളിസം കുറയും. പക്ഷെ നമുക്ക് വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷൻ ആണ്, കറക്റ്റ് ഡോസേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽ മാസ് കൂടും. മസിൽ മാസ് കൂടുമ്പോൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടും, മെറ്റബോളിസം മെച്ചപ്പെടും. അപ്പൊ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നാച്ചുറലി നിങ്ങൾക്ക് ഡോസ് കുറച്ച് 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 കൊണ്ടുവരാൻ പറ്റും. ചില ആൾക്കാർക്ക് ലൈഫ് സ്റ്റൈല് മാത്രം ഉപയോഗിച്ച് പിന്നീട് ഈ മരുന്ന് നിർത്താനും പറ്റും. ഈ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഡോസേജ് തന്നെ നിർത്തിക്കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് ആ മെഡിസിൻ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ബ്രേക്ക് എടുത്തിട്ട് രണ്ടാമത് തുടങ്ങാൻ പറ്റും, പിന്നെ അങ്ങനെ എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ. ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, GLP മെഡിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടൂള് മാത്രമാണ്. ഒരു സിറ്റുവേഷൻ അത് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നിങ്ങളുടെ വിശപ്പ് കുറക്കുന്നു, നിങ്ങളുടെ ക്രേവിങ്സ് കുറക്കുന്നു, അധികമായിട്ടുള്ള ഫുഡ് ഡിമാൻഡ് ഇല്ല, ഹെൽത്തി ഒരു ചോയ്സസ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ അത് ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് പകരമല്ല, റീപ്ലേസ്മെന്റ് അല്ല. ലോങ് ടേമിൽ നിങ്ങൾക്ക് ആ ഒരു സക്സസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ കിട്ടിയ ആ ഒരു അവസരം ആ മെഡിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിലിരിക്കും. അതിൽ നിങ്ങൾ നിങ്ങളുടെ മസിൽസ് പ്രൊട്ടക്ട് ചെയ്യുക, അതിന് പ്രോട്ടീൻ ആവശ്യത്തിൽ കഴിക്കുക, റെസിസ്റ്റൻസ് ട്രെയിനിങ് നല്ല രീതിയിൽ ചെയ്യുക, വെയിറ്റ് ലോസ് സ്ലോ ആയി കഴിഞ്ഞെന്ന് വെച്ച് ഡോസ് കൂട്ടാതിരിക്കുക, മെറ്റബോളിസത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക, ബോഡീനെ ഒരിക്കലും സ്റ്റാർവേഷൻ മോഡിലേക്കോ അല്ലെങ്കിൽ എനർജി സേവിംഗ് മോഡിലേക്കോ തള്ളിവിടാതെ എനർജി ആവശ്യത്തിനുള്ള കാലറി കൊടുത്തുകൊണ്ടിരിക്കണം. കംപ്ലീറ്റ്ലി കാലറി ഡെഫിസിറ്റിലേക്ക് പോകരുത്. മീൽ ടൈമിംഗ് നോക്കുക, ഇൻസുലിൻ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ GLP-1 കൂടെ നിങ്ങൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിരിക്കും, കൂടുതൽ സസ്റ്റൈനബിൾ ആയിരിക്കും, ലോങ് ടേം നിങ്ങൾക്ക് അത് നിലനിർത്താൻ പറ്റും. അല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സൗഭാഗ്യമൊക്കെ ചെയ്ത പോലെ നിങ്ങൾ ഇങ്ങനെ വയറൊക്കെ ചുരുട്ടിക്കൂട്ടി നിങ്ങളുടെ സ്കിന്നൊക്കെ ചുരുട്ടിക്കൂട്ടി പാൻറിനുള്ളിൽ വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല. ഓക്കെ, സോ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വെയിറ്റ് കുറക്കുക എന്നുള്ളതല്ല, ആരോഗ്യകരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മെറ്റബോളിസം ഉണ്ടാക്കുക എന്നുള്ളതാണ്. മസിൽസ് പ്രൊട്ടക്ട് ചെയ്യുക, ലൈഫ് ടൈം മുഴുവൻ നിലനിൽക്കുന്ന ഒരു ലൈഫ് സ്റ്റൈല് ഉണ്ടാക്കിയെടുക്കുക. അതാണ് യുനോ റിയൽ സ്ട്രാറ്റജി, അല്ലെങ്കിൽ യഥാർത്ഥ വിജയം എന്ന് നിങ്ങൾ ഓർക്കുക. ഓക്കെ, സോ അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമായിട്ട് കോൺടാക്ട് ചെയ്യുക. യു ക്യാൻ ഹാവ് എ കൺസൾട്ടേഷൻ. സോ സീ യു ദേർ. താങ്ക് യു.